Hello guys, I'm here the Hey Gamer. അപ്പോൾ ഇതിന് ലോഗിൻ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നതെന്ന്. വേറൊന്നുമില്ല, റിവ്യൂ ബാറ്റിസ്റ്റൂട്ട റിവ്യൂ, ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട റിവ്യൂ. ഇന്ന് റിവ്യൂ കേട്ടോ, സെക്കൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ. കിണ്ണം ബാറ്റിസ്റ്റൂട്ടാണെന്നൊക്കെയാണ് കിട്ടിയ വിവരം. എന്താ പറയുക, റൈസിങ് ഷോട്ട്, ലോങ് റേഞ്ച് ഷോട്ടിങ് കിണ്ണാണ്, അടിപൊളി സെക്കൻഡാണ് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ വിവരം. നമുക്ക് കളിയിൽ നോക്കാം. എന്തായാലും നമുക്ക് സെക്കൻഡ് കളിക്കണം. നമുക്കിത് ഇവിടെ നോക്കാം. നമുക്കിപ്പോൾ റണ്ണം ബൂസ്റ്റർ നോക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ഗെയിമാണ്. ഇത് കൂടി ഒന്ന് കളക്ട് ചെയ്യട്ടോ. ഗൈസ് 500 കോയിനായി. ബാറ്റിസ്റ്റൂട്ടറിനെ വാങ്ങണം. അതിനുമുമ്പ് നമുക്കൊരു ഫ്രീ സ്പിൻ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കറക്കാം. ഇന്നെങ്കിലും ഒന്ന് ഇവനെ കിട്ടിയാൽ മതിയോ. ദ്രിക് എന്ന പേരുള്ള ദ്രിക്വിറ്റിനെ കിട്ടി. മോനെ, നമ്മൾ വിചാരിച്ച എന്ത് നടക്കാത്തത് അത് പറഞ്ഞുതരോ. Thus, third drive, Rick Quit on the stadium. ഞാനൊന്ന് വിചാരിച്ചാ റിക്വിറ്റ് വരും. അപ്പോൾ ഗൈസ്, ഇത് വേറൊരു വീഡിയോ ആവട്ടോ, ബാറ്റിസ്റ്റൂട്ട റിവ്യൂ. ഇത് റിക്വിറ്റ് റിവ്യൂ ആണ്. അതിൻ്റെ കളിയൊന്നും കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പം നമ്മൾ കളിനെ കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞിരുന്നതാണ് ഗൈസ്. റിവ്യൂ ഫ്രം റിക്വിറ്റ്. നിങ്ങൾക്ക് അതിൽ സ്പിന്നിങ് വേണമെന്നില്ല. റിക്വിറ്റ് അടിച്ചു മോനെ, അടിച്ചു. ഇത് ബാറ്റിസ്റ്റൂട്ട റിവ്യൂ അല്ല, റിക്വിറ്റ് റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ടീം എടുക്കട്ടെ. ലിസ്റ്റ് നമുക്ക് ഇത് രണ്ടും നടാം. ആദ്യം നമുക്ക് നമ്മൾ സ്കോഡത്തിന് ഇറക്കാം. ചിലർ പറയുന്നത് ബോയാങ്ക്രിക്കിച്ചാണ് നല്ലത്, ചിലർ പറയുന്നത് ദ്രിക് കുയിച്ചാണ് നല്ലത്. നമ്മൾ ഇന്ന് പറയും ആരാ നല്ലതെന്നൊക്കെ. ബോയാങ്ക്രിക്കിച്ചിനും കൂടെ നന്നായിട്ട് കളിക്കാൻ സാധ്യത ഉണ്ട്, എന്തായാലും ഉറപ്പാണ്. ബോയാങ്ക്രിക്കിച്ച് ഇപ്പോൾ ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആരാ കയറ്റുക? റൊണാൾഡീഞ്ഞൊക്കെ നല്ല പ്ലെയറാണ് ഗൈസ്. റൊണാൾഡീഞ്ഞെ കയറ്റേണ്ടി വരും. റൊണാൾഡീഞ്ഞോ കയറിക്കോട്ടെ. നമുക്ക് ലെവൽ ട്രെയിനിങ് തന്നെ കൊടുക്കാം. $102 പോകുന്നുണ്ട്. 102. ഇനി ബൂസ്റ്റർ നമുക്ക് പറ്റിയതോ എനിക്കറിയില്ല. ഒരെണ്ണം നമുക്ക് കിട്ടിയത് നല്ലതാവും. നമ്മളിപ്പോൾ ബൂസ്റ്ററും ഇല്ല ഗൈസ്. ജീപ്പ് ഉണ്ടെങ്കിൽ അതെങ്കിലും വാങ്ങാം. ഉണ്ട് ജീപ്പ് ഉണ്ട്. നമുക്ക് ഷോപ്പിൽ പോയിട്ട് വാങ്ങാം. JP ക്രിസ്ത്യൻ വേരിന് അതും വാങ്ങാം. റാൻഡം പോസ്റ്റർ ടോക്കണ് ഒന്നേ ആകെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ട് വല്ലതും കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ. ബാക്കിയുണ്ടെങ്കിൽ ആ ഒന്നുകൊണ്ട് കിട്ടും. ആദ്യം നമുക്ക് റൈറ്റ് ഫോർവേഡ് ഇറക്കാം. സെൻറ്റർ ഫോർവേഡ് നിൽക്കും, SS നിൽക്കും. നമ്മളെ സെക്കൻഡ് സെൻറ്റർ ഫോർവേഡും SS രണ്ടും നിൽക്കും. ഒരു ട്രിപ്പില്ല കൊടുക്കാൻ. ഫാന്റാസ്റ്റിയാ 103 ആയിട്ടാ ചെക്കൻ 103 അയക്കണേ. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇറക്കി നോക്കണ്ടേ. റൈറ്റിംഗ് സ്കോർ ഇവിടെ ആളവിടെ ഇതാണ് ചെക്കൻ കേട്ടോ. റൈറ്റ് മിഡിൽ ഫീൽഡർ, റൈറ്റ് വിങ് ഫോർവേഡ്, SS സെൻറ്റർ ഫോർവേഡ്. പിന്നെ ലെഫ്റ്റ് വിങ് ആണ് മങ്ങാതെ വെക്കണേ, വേണമെങ്കിൽ കിട്ടും എന്നുള്ള രീതി വെക്കണേ. സെക്കൻഡ് 3206 ആയിട്ടാണ് നമുക്ക് റേറ്റിംഗ്. പ്ലേയിങ് സ്കോഡ് ഇറ്റ്സ് എ റിവ്യൂ ഫ്രം ദ്രിക് കുയിറ്റ്. ചക്കര കളി എങ്ങനെയാണ്? നമ്മൾ ഈ ഫുട്ബോൾ ലീഗ് 7 നമ്മൾ കളിക്കണേ. OCR7
ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ദാറ്റ് ബ്രദർ. ദൃക്കൊക്കെ തന്നെ തോർക്കൂട്ടങ്ങളാ വലിയ ഷോ ഒന്നും ഇറക്കാൻ നിൽക്കണ്ടായത് ദൃക്കുവിറ്റിൻ്റെ റിവ്യൂ ആണ്. പാറ്റീസ് ഷൂട്ടർ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഗൈസ് നമുക്കവിടെ ടച്ച് അത് ഞാൻ കിട്ടിയിരുന്നു. നമുക്കവിടെ ടച്ച് ദൃക്കുവിറ്റ് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടിരുന്നോളി. ഓ ഗൈസ് കുഴപ്പമില്ല. ഇപ്പോൾ ബോയാൻ ക്രിക്കറ്റിൻ്റെ ഒപ്പമൊക്കെ എത്തും. എനിക്ക് തോന്നുന്നത് ബോയാൻ ക്രിക്കറ്റിനാണ് നല്ല ദൃക്കുവിറ്റ് തന്നെയാണ് നമുക്ക് കണ്ടറിയാം. റിയാലിറ്റി കളി ചിലപ്പോൾ ബോയാൻ ക്രിക്കറ്റ് എനിക്ക് ഇതിൽ ബോയാൻ ക്രിക്കറ്റിനെ കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ദൃക്കുവിറ്റ്. എന്നാലും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ദൃക്കുവിറ്റിൻ്റെ കളി. ദൃക്കുവിറ്റ് എടുക്ക് ഗൈസ് വീണ്ടും ദൃക്കുവിറ്റ് വേസ് മാർട്ടിൻ ഒഡേഗാർഡാണ്. ഒഡേഗാർഡിനെ സുഖമായിട്ട് ട്രിബിൾ ചെയ്ത് ഓടുകയാണ്. ഇനി നൂനോ മെൻഡസ് എത്ര ആൾക്കാർ പോകലിലാക്കിയ ആളാന്നൊക്കെ കേട്ടിട്ടുണ്ടേ. ഓ ഗൈസ് കൈക്കൊന്ന് വീണ്ടും പോയി. ഗൈസ് വീണ്ടും ദൃക്കുവിറ്റ് ഗൈസ് ഡബിൾ ടച്ച് അങ്ങനത്തെ കുറേ സ്കില്ലുകൾ എടുക്കുന്നുണ്ട്. ഒരു ഷോട്ട് ബ്ലിറ്റ്സ് കേളിങ് ഏറ്റവും കൂടുതൽ ഇല്ല കേട്ടോ. ഗൈസ് വീണ്ടും ദൃക്കുവിറ്റ് അതിന് ഷോട്ട് അടിക്കണമല്ലോ, അതിന് വേണ്ടി ഐക്കോടെ പോണ്. അഗ്രേഷൻ ആക്രസ് ഞാൻ നോക്കിയില്ല ഗൈസ് ഉണ്ടോയെന്ന്. ഓ ഗൈസ് ഇത് ഒഡേഗാർഡിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുകയാണ്. ഓ ദൃക്കുവിറ്റ് ഒഡേഗാർഡിനെ നടുമ്പൊക്കെ എടുത്ത് പിന്നെ പോകാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ, വലിയ സീനൊന്നുമില്ല. ഗൈസ് വീണ്ടും ദൃക്കുവിറ്റ് നല്ലൊരു സ്കില്ലോടെ ഞാൻ എടുക്കാൻ പറ്റിയില്ല. ദൃക്കുവിറ്റ് എനിക്ക് ചെക്കൻ്റെ സ്റ്റണ്ണിങ് ആണ് അറിയാനുണ്ട്. അപ്പോൾ നമുക്കൊരു വഴിയുണ്ട്, ഒരു ട്രിക്ക് ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ. നമുക്ക് ചെക്കനെ സെൻറ്റർ ഫോർവേഡിലോട്ട് നിർത്താം. ഇപ്പോൾ റൈറ്റ് വിങ് നല്ല ഡ്രിബിളിങ് ഒക്കെ ചെയ്യാൻ കേട്ടോ. ഒന്ന് സെൻറ്റർ ഫോർവേഡിലോട്ട് നിർത്തി നോക്കാം. എല്ലാവരും ജിതിയൊക്കെ റൈറ്റ് വിങ് വന്നോട്ടെ. ഒന്ന് സെൻറ്റർ ഫോർവേഡ് എങ്ങനെ നോക്കാമല്ലോ, ഒരു ഹാഫിൽ സെൻറ്റർ ഫോർവേഡ് എങ്ങനെ നമ്മളിപ്പോൾ കാണിച്ചു. ഗൈസ് വീണ്ടും ദൃക്കുവിറ്റ് സെൻറ്റർ ഫോർവേഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടാ. ഓ ഈ ഒഡേഗാർഡും ദൃക്കുവിറ്റും എന്തോ ഇതുണ്ട് ഗൈസ്, എന്തൊക്കെ വൈരാഗ്യമുള്ള ആൾക്കാരാണ് ഗൈസ്. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ദൃക്കുവിറ്റിൻ്റെ റിവ്യൂ ആണ്ടാട്ടെ ഞാൻ ഇതായിട്ട് കളിച്ചാത്ത്. നമ്മൾ ദൃക്കുവിറ്റിന് മാത്രം കൊടുത്ത് കളിക്കണം, അതാണല്ലോ കളി. ദൃക്കുവിറ്റിൻ്റെ ടച്ചും ദൃക്കുവിറ്റും ഒഡേഗാർഡും എന്തോ വൈരാഗ്യമുള്ള ടീംസാണ്. ദൃക്കുവിറ്റിനെ കിട്ടിയാൽ ആരാരും എടുക്കാൻ വരുന്നത്, ഒഡേഗാർഡ് എന്താ അറിയില്ല. ഓ കാൻഡോണ ഡിയോഫ് റൈക്കാർഡ് കാൻഡോണ ഫോർലാന് ദൃക്കുവിറ്റ് കഴിക്കുന്നു പോയി. ഇത് അടിപൊളിയാണ്, പക്ഷേ കുറച്ച് സ്റ്റണ്ണിങ് അടിക്കാൻ കഴിയുന്നില്ല. ഗൈസ് വീണ്ടും ദൃക്കുവിറ്റ് സ്റ്റണ്ണിങ് അടിക്കാനുള്ള പോക്ക് ചെയ്യാനോ ഒന്നും കൂടി അടിച്ചു നോക്കണം. ഓ ദൃക്കുവിറ്റ് അടിച്ചിട്ടാ. സ്റ്റണ്ണിങ്ങിൽ ദൃക്കുവിറ്റ് അടിപൊളിയാണ്. ഇതാണ് ദൃക്കുവിറ്റിൻ്റെ സെലിബ്രേഷൻ. സ്റ്റണ്ണിങ്ങിൽ ദൃക്കുവിറ്റ് അടിപൊളിയാട്ടോ. നീ കണ്ടില്ല ആറണ്ട സൈഡിൽ നിന്ന് അടിച്ച് ഫിനിഷ് ചെയ്തിരുന്നേ. സ്റ്റണ്ണിങ് ദൃക്കുവിറ്റ് അടിപൊളിയാണ്. കേള് കുറവാട്ടാ. ബോയാൻ ക്രിക്കറ്റ് പറഞ്ഞാൽ കേള് എപ്പോഴെങ്കിലുമൊക്കെ നേരത്തെ പോയാൽ പോയി. സ്റ്റണ്ണിങ് തീരും പോരാ, ഫിനിഷിങ് ഇല്ലാത്തൊരു മാണാണ്. പക്ഷേ ഫിനിഷിങ് ഇടക്കിടക്ക് വരും ചെയ്യും ബോയാൻ ക്രിക്കറ്റിന്. പക്ഷേ ദൃക്കുവിറ്റ് അങ്ങനെയല്ല. കൊണ്ടോട്ടോ രണ്ടാളെ ഇടയിൽ കൂടെ അങ്ങോട്ട് എടുത്തു, ഒറ്റ അടി ഗോൾ. അവിടെ ഗോളാ ദൃക്കുവിറ്റ് പിന്നെ ഇനി എല്ലാവർക്ക് ഭാഗ്യമില്ല, കിട്ടാത്തവർക്ക് ലക്കില്ല കേട്ടോ. ഗൈസ് വീണ്ടും ദൃക്കുവിറ്റ് എനിക്ക് ഇപ്പം ടേൺ എടുക്കുകയാണ് അറിയാത്തത്. ഗൈസ് ടേൺ എടുക്കൂലെന്ന് തോന്നുന്നു, ടേൺ അറിയില്ല വന്നിട്ടുണ്ട്. അങ്ങനത്തെ സ്കില്ല് എടുക്കാൻ നോക്കുമ്പോൾ നടക്കണില്ല. ഗൈസ് വീണ്ടും ദൃക്കുവിറ്റിനെ കിട്ടാൻ പോവാണ്. ഇല്ല ഗൈസ് ഒരു വീഡിയോ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫുട്ബോൾ ലീഗാട്ടാ, അതുകൊണ്ടാണ് സ്ക്രിപ്റ്റ് വരുന്നത്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ദൃക്കുവിറ്റിനായിട്ടുള്ള കളി ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല കളി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ദൃക്കുവിറ്റ്, ഒന്നും പറയാനില്ല. ആ സ്റ്റണ്ണിങ് ആണ് എനിക്ക് ഇഷ്ടമായത്. ഗൈസ് ദൃക്കുവിറ്റ്
ലാമിയന്മാരാണ് വരുന്നത്. ഓ കഴിക്കുന്നത് ഗൈസ്. കുഴപ്പമില്ല. ഇനി ദിൽക്കുവിൻ്റെ കളി അറിയാത്തവരാണെങ്കിൽ ഈ കളി തന്നെ മനസ്സിലാക്കണം. നല്ല റിവ്യൂയാണ്. കേള് പോരാ, അഗ്രഷൻ കുറച്ചായിട്ടുള്ളവരുണ്ട്. കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. അഗ്രഷൻ ഒരു മിനിറ്റ് നോക്കട്ടെ. പ്ലെയേഴ്സ് അല്ല, പ്ലെയർ ഡീറ്റെയിൽസ് ചങ്ങനെ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓവറോൾ റേറ്റിംഗ് അറ്റാക്കിംഗ് അവയർനെസ് 93 ഉണ്ട്, ബോൾ കൺട്രോൾ 93 ഉണ്ട്, ഡ്രിബ്ലിംഗ് 94, ടൈറ്റ് പൊസിഷൻ 90 ഉണ്ട്, ലോഫ്റ്റ് പാസ് ഒന്നും പോലെ, ഫിനിഷിങ് 87 ഉള്ളൂ. എന്നിട്ടും നല്ല ഫിനിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെഡിങ് 70 ഉള്ളൂ, ഹെഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. സൈഡ് മിസ്റ്റേക്കിംഗ് ഇല്ല, കേളില്ല. അഗ്രഷൻ 71 ഉള്ളൂ. നല്ല അഗ്രഷൻ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, പൈസ മതി, അതൊക്കെ തന്നെ മതി. അതാ ആക്സിലറേഷൻ ഉണ്ട്, അതാണ് ആക്സിലറേഷൻ ഉണ്ടല്ലോ 90. ആക്സിലറേഷൻ ഉണ്ട്, കിക്കിംഗ് പവർ 93. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ ഗോള് കയറിനിട്ടാ. പിന്നെ റയർലി അൺവേവറിങ് മീഡിങ് ഫോമാട്ടാ. ഫോം അൺവേവറിങ് എന്ന് പറഞ്ഞാൽ എന്തേനോ ഫുൾ ഫോമും പിന്നെ ഇങ്ങനെ ആയിട്ടാണ്. സ്കില്ല് നമുക്ക് ആഡാക്കി കൊടുക്കാം ഗൈസ്. സ്കില്ലിങ് ആഡാക്കി കൊടുക്കണം. നമുക്കൊന്ന് സ്കിൽ ട്രെയിനിങ്ങിൻ്റെയൊക്കെ കുറേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ 30 ഉണ്ട്, പേടില്ല. 4 പാസ് അതുണ്ടായിക്കോട്ടെ. പാസിങ്ങിന് അല്ല ഫ്ലിപ്പ് ഫ്ലാപ്പ് അതും ഡ്രിബ്ലിങ്ങിന് നല്ലതാണ്, അതുകൊണ്ടായിക്കോട്ടെ. വെയിറ്റഡ് പാസ് അതുകൊണ്ടായിക്കോട്ടെ, നല്ലതാണ്. ഷോർട്ട് ടേൺ ഇത് മൊത്തം സ്കില്ലിനൊക്കെ ഉള്ളതല്ല കിട്ടി. നമുക്ക് ഷൂട്ടിങ്ങിനുള്ള വേണ്ട, ഷൂട്ടിങ്ങുള്ള തന്നെ നോക്കാം. എന്തല്ലേ പോട്ടെ. ഫസ്റ്റ് ടൈം ഷോട്ട് അതുണ്ട് ഗൈസ്. ഇത് തന്നെ എന്തെങ്കിലും ഒന്നാൾ കൊടുത്താൽ മതി. നേരത്തെ പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ് നമുക്ക് വേണ്ട, ഓവർ റേറ്റ് ചെയ്യാം. പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ് അതൊക്കെയില്ല. ലോങ് റേഞ്ച് ഷോട്ടിങ് ഒക്കെ ഉണ്ട്. ലോങ് റേഞ്ച് ഷോട്ടിങ് ഉണ്ട്, പക്ഷെ അതെന്ന് പറഞ്ഞതിനോട് നമുക്ക് ദൂരത്തു നിന്ന് തന്നെ പൊട്ടിക്കാൻ പോകുള്ളൂ. ചിപ്പ് ഷോട്ട് കൺട്രോൾ ഇല്ല, നമുക്ക് ചിപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് റിക്രൂറ്റിനെ കുറിച്ചുള്ളത്. ഇന്നലെ നമ്മൾ വേറൊരു വീഡിയോ എടുക്കാം, റിവ്യൂ നമ്മൾ ഇന്ന് തന്നെ ഇറക്കുന്നതാണ്. പിന്നെ എത്രയേ ഉള്ളൂ, നമ്മൾ പോവാണ്. ടാറ്റാ.